ഹലോ ഫ്രണ്ട്സ്, കുറച്ച് നാൾക്ക് ശേഷമാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത്. അത് വേറൊന്നുമില്ല കേട്ടോ, എനിക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എനിക്ക് കേക്കൊന്നും ചെയ്യാൻ പറ്റാതെ എനിക്ക് വന്ന കേക്കിൻ്റെ ഓർഡറൊക്കെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ചില ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഇപ്പോൾ എല്ലാം ഓക്കെ, വീണ്ടും ഞാൻ കേക്കിൻ്റെ വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് കരുതി. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ കാണുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്കും കമൻറ്റും ഷെയറും കൂടി ചെയ്യണേ. ഇതൊരു നട്ടി ബബിൾ കേക്കാണ്, 1.5 കിലോ വെയിറ്റ് വരുന്ന കേക്കാണ്. അപ്പോൾ കസ്റ്റമർ എന്നോട് പറഞ്ഞിരിക്കുന്നത് പരത്തി ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ പീസ് കിട്ടത്തക്ക രീതിയിൽ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കേക്ക് ഞാൻ ചെയ്തിരിക്കുന്നത് 2 കിലോ വലുപ്പത്തിലാണ്. 10 ഇഞ്ചിൻ്റെ സ്ക്വയർ പിന്നിൽ സ്പഞ്ച് ചെയ്തെടുത്തിട്ട് അതിനെ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഈ കേക്ക് ചെയ്യാനായി ഞാൻ എടുത്തിരിക്കുന്ന ബേസ് 14 ഇഞ്ചിൻ്റെ ബേസാണ്. അത് വേറൊന്നുമില്ല, ഇത് കുറച്ച് ദൂരം കൊണ്ടുപോകുന്ന കേക്കാണ്. 12 ഇഞ്ചിൻ്റെ ബേസ് എടുത്താൽ കേക്ക് ഫിനിഷ് ചെയ്തൊക്കെ വരുമ്പോൾ കുറച്ച് സ്പേസേ കാണുള്ളൂ. അപ്പോൾ നമ്മൾ കേക്ക് കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങി പിന്നെ സൈഡിൽ തട്ടി ഡാമേജൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനാണ് 14 ഇഞ്ചിൻ്റെ ബേസ് എടുത്തത്. കുറച്ച് ദൂരെ കൊണ്ടുപോകുന്ന കേക്കാണെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഈ കേക്ക് വെറ്റാൻ വേണ്ടി എടുത്തിരിക്കുന്നത് പാലാണ്. പാലിൽ മിൽക്ക് മെയ്ഡും പഞ്ചസാരയും പിന്നെ കുറച്ച് ബൂസ്റ്റും കൂടി ചേർത്തിട്ടുണ്ട്. കേക്ക് ചെയ്യാനെടുത്ത വിപ്പിംഗ് ക്രീമിൽ കുറച്ച് ബൂസ്റ്റ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൽ ഫില്ലിങ്സിനായിട്ട് കൊടുത്തിരിക്കുന്നത് മിൽക്ക് മെയ്ഡ്, ഡാർക്ക് ചോക്കോ ചിപ്സ്, വൈറ്റ് ചോക്കോ ചിപ്സ്, പിന്നെ ബദാം, കാഷ്യൂനട്ട്, പിന്നെ ബൂസ്റ്റ്. ഇത്രയാണ് ഫില്ലിങ്സിനായിട്ട് കൊടുത്തിരിക്കുന്നത്. കേക്ക് ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം കേക്കിൻ്റെ സൈഡിലായിട്ട് ഫില്ലിങ്സിൽ കൊടുത്തതുപോലെ തന്നെ ഡാർക്ക് ചോക്കോ ചിപ്സ്, വൈറ്റ് ചോക്കോ ചിപ്സ്, പിന്നെ ബദാം, കാഷ്യൂനട്ട് ഇത്രയും കൂടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ലവണ്ണം സെറ്റായതിനു ശേഷം കേക്കിൻ്റെ മീതെയായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലായിട്ട് അവിടെയായിട്ട് ബബിൾസ് പോലെ കൊടുത്തു. കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് പേര് എഴുതാൻ വേണ്ടി ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കി എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് ബൂസ്റ്റ് എല്ലായിടത്തും വിതറി കൊടുത്തു. ഇതൊരു ബർത്ത്ഡേ കേക്കാണ്. അപ്പോൾ ആളിൻ്റെ പേര് എഴുതണ്ടെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഗ്യാപ്പ് ഇട്ടുന്ന ഭാഗത്ത് ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമേ എഴുതി കൊടുത്തുള്ളൂ. അതിനുശേഷം ഷെന്നോസ് കൊണ്ട് ആ റൗണ്ടിന് ചുറ്റും ക്രീം വെച്ചിട്ട് ഒരു ബോർഡർ പോലെ കൊടുത്തു. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഡെക്കറേഷൻ കൂടി വെച്ച് കൊടുത്തു. സിമ്പിളായിട്ടാണ് ഈ കേക്കിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ.